അപ്പോൾ ഗൈസ് ഇന്നേ ഒരു വെടിച്ചൽ ഐറ്റം കേട്ടോ, സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ 65 അല്ല, നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ തവയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. എണ്ണയൊന്നും ഇല്ലാതെ, വെളിച്ചെണ്ണയും പാമോയിലും ഒന്നും ഇല്ലാതെ പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തെടുക്കുന്ന, തൈരിൽ നമ്മൾ തവ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ്റെ ഐറ്റം കേട്ടോ നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഉണ്ടോ, അടിപൊളിയായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്, ഒത്തിരി വലിയ പീസാവില്ലേ, നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒത്തിരി വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും വേകാതെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിനുള്ള ഉണ്ടോ പീസ് മതിയേ. അപ്പോൾ നമ്മളതിൻ്റെ മസാലയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്, നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പുളിയുള്ള നല്ല കട്ട തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതിയാവും, നമുക്ക് ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കുറച്ച് മതി, ഇത്രയും തൈര് മതിയാവും. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മല്ലിച്ചപ്പും എടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇതിലെടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഉപ്പ്. പിന്നെ നന്നായിട്ട് ക്രഷ് ചെയ്ത കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ ഒത്തിരി മുളക് പൊടിയൊന്നും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് പൊടി മസാലകൾ നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. എരിവിന് വേണ്ടി നമ്മൾ കൂടുതലും പച്ചമുളകൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ അകത്തെ. അപ്പം നല്ല ക്രഷ് ചെയ്തുള്ള പെപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ വെജിറ്റബിളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ, ചതച്ചെടുക്കണം. ഇനി അതെല്ലാം നമുക്ക് ചോപ്പ് ചെയ്താണേലും ഇടാം കേട്ടോ. അപ്പോൾ കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പൂടെ നമുക്ക് ജസ്റ്റ് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇടാൻ പോകും കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയേ, ഒരു നുള്ളു, 1/2 ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ മഞ്ഞൾ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും മുമ്പോട്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. കുരുമുളക് കുറച്ച് കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ വേറെ പച്ചമുളകുണ്ട് നമുക്ക് എരിവിന് വേണ്ടിയിട്ട്, എന്നാലും കുരുമുളക് കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ സാധനങ്ങൾ എല്ലാം കൂടെ നമുക്ക് ചിക്കനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ക്രഷ് ചെയ്തിരിക്കുന്ന വെജിറ്റബിളെല്ലാം ഇട്ടു. ഇനി നമുക്ക് നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റിന് വെക്കണേ. എന്നാലേ ഈ ഉപ്പും മറ്റേ മുളകും എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനകത്തോട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല തവയിൽ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. തവ ഫ്രൈ, ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. നേരെ നമുക്ക് തവയിലോട്ടിട്ട് സ്ലോ ഫയറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ നമ്മൾ എപ്പോഴും എണ്ണയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ കൊളസ്ട്രോളിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് മെയിനായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ചിക്കൻ്റെ റെസിപ്പി കേട്ടോ. ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് ആ തൈരിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തവ ഫ്രൈ ചെയ്ത് സ്ലോ ഫയറിൽ തവ ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. വെളിച്ചെണ്ണയും പാമോയിലൊക്കെ നമ്മൾ ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, ഇതാ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തവ കത്തിക്കാം കേട്ടോ. തവ കത്തിച്ചിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനിടാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാട്ടോ. കുറച്ചുകൂടെ മല്ലിച്ചപ്പൂടെ ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഈ ഒരു പരുവത്തിന്. അപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ ജസ്റ്റ് ഓരോ പീസ് നമുക്ക് എടുത്ത്
തവയിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒട്ടും ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നേരെ നമുക്ക് ഫുള്ള് നിരത്തി വെക്കാം. എന്നിട്ട് നമ്മൾ സ്ലോ ഫയർ വെക്കണം കേട്ടോ. ഫുള്ള് സ്ലോ ഫയർ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവി നമുക്ക് ബാക്കി വരുന്നുണ്ട്, ആ തൈരിൻ്റെ എല്ലാം കൂടെ, അത് നമുക്ക് ജസ്റ്റ് ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ള് മസാല ഫ്രൈ ആകുമ്പോഴത്തേനും ഫുള്ള് ആ മസാല ചിക്കനിലോട്ട് പിടിച്ചോളും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനകത്ത് കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ എൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. സ്ലോ ഫയർ ആയതുകൊണ്ട് മൂടി വെച്ച് നമുക്ക് ആ ചിക്കൻ ബോയിലാവുകയും ചെയ്യും, ഫ്രൈ ആവുകയും ചെയ്യും. ഇപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കണ്ടോ ഈ ഒരു പരുവമായിട്ടുണ്ട്. കണ്ടോ കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്, ചിക്കൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്. ആ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ല പറ്റി നല്ല ഫ്രൈ ആയിട്ട് വരണം. ഇത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടോ നമ്മുടെ ഒരു സൈഡ് ഏകദേശം വെള്ളം നന്നായിട്ട് പറ്റിയിട്ടില്ല, എന്നാലും നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് പറ്റി വരണം. ഒരു 5-6 മിനിറ്റ് ആയി കാണും കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രൈ ആകാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ നമുക്ക് ഇത് മൂടി ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഗൈസ് നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്നാലും നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഒന്നും കൂടെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാവേ. ഏകദേശം വേവെല്ലാം ആയിട്ടുണ്ട്, ഏകദേശം നല്ല വേവ് നന്നായിട്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആകത്തോട്ട് കുറച്ച് കട്ടത്തൈരും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തങ്ങ് കൊടുക്കണം മൊത്തത്തിൽ കേട്ടോ. എന്നിട്ട് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ആ തൈര് ഒഴിക്കാനേ. കണ്ടോ ഇനി നമുക്ക് ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കിയേക്കാം കേട്ടോ. ഒത്തിരി ആ തൈര് അങ്ങോട്ട് ലാസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒത്തിരി ചൂടാക്കണ്ട കേട്ടോ, തിളച്ച് പോകണ്ട കേട്ടോ. കണ്ടോ ഇപ്പം നോക്കിയാൽ ആ ചിക്കനിലോട്ട് ആ തൈരെല്ലാം കൂടെ നല്ല ജ്യൂസി ടൈപ്പ് ആയിരിക്കും ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടേ. കണ്ടോ കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ചിക്കൻ തവ ഫ്രൈ ഇപ്പം നല്ല അടിപൊളി ഐറ്റം കേട്ടോ. എണ്ണയൊന്നും ഒട്ടും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോടെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം, സൂപ്പർ ടേസ്റ്റി ഐറ്റമാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, 100% നല്ല അടിപൊളി ടേസ്റ്റോടുള്ളൊരു സൂപ്പർ. മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പുളിയുണ്ട്, ആ തൈരിൻ്റെയൊക്കെ പുളി നല്ല അടിപൊളി. ഒത്തിരി മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ കണക്ക് ചിക്കൻ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പം ഇതുകൊണ്ടൊക്കെയുള്ള ഒരു കിഡിലൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.